Welcome you all to video on Environmental Engineering 1. In this video, we are going to discuss about various devices used along a water distribution system. So these devices are generally known as pipe appurtenants. So what is the purpose or what is the need of these devices? What is the need of pipe appurtenants? So these are used to control the rate of flow of water. So some appurtenants like valves can be used to stop or control the flow of water. Then again, these are used for release or admit air into the pipeline. നമുക്ക് പ്രഷർ റിലീഫ് വാൾവ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സഫീഷ്യൻറ്റ് പ്രഷർ കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ റിലീഫ് വാൾവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ടു പ്രിവെൻറ്റ് ഡിറ്റക്ട് ലീക്കേജസ്, ഇതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്കാഡ. അതിലിപ്പോൾ ഒരു നിങ്ങൾ പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണെന്ന് വേണം പറയാം. ഓക്കെ, ലൈക്ക് നമ്മൾ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ യൂസ് ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സിസ്റ്റമാണ് അക്വിസിഷൻ സിസ്റ്റം, സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, സ്കാഡ. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നമ്മുടെ മെയിൻ ഓഫീസിൽ നിന്ന് നമുക്ക് മെയിൻ സ്ക്രീനിലേക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഓരോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എക്യുപ്മെൻറ്റ്സിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് തെളിഞ്ഞു വരുന്നതായിരിക്കും. അതായത് നമുക്ക് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വി ഹാവ്, ലൈക്ക് വി ഹാവ് ദ chemical adding section, we have aeration unit, we have sedimentation unit, we have secondary sedimentation unit, we have filtration unit, we have then disinfection unit. അപ്പം ഈ ഓരോ യൂണിറ്റിലേക്ക് പോകുന്നതിന് മുന്നേയും ശേഷവും ഒക്കെ നമുക്ക് ആ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഡിവൈസസ് ഉണ്ടാവും, ഫ്ലോ എത്രയാണെന്നുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റീഡിങ്സ് ഈ സിസ്റ്റത്തിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് how long this has to be kept in the sedimentation tank, how long it has to be, how much chlorine has to be added, how much lime has to be added, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ ഇരുന്ന് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റേഷൻ ആണ് സ്കാഡ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ആയിട്ട്, ഫോർ സം ഏരിയാസ് വി ക്യാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ മാനുവൽ ലേബർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റത്തിന്, കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലെ എല്ലാ എക്യുപ്മെൻറ്റ്സിനെയും എല്ലാ യൂണിറ്റ്സിനെയും യൂണിറ്റ് ഓപ്പറേഷനെയും നമുക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ ഇരുന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. Then these pipe appurtenants can be used during the emergency like fire, explosion. ആ സമയത്ത് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കംപ്ലീറ്റ് വാട്ടറിനെ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ഓൾ ദീസ് വാട്ട് വിൽ they do is they will improve the efficiency of the distribution system. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പൈപ്പ് അപ്പർട്ടനൻസ് നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പൈപ്പ് അപ്പർട്ടനൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് വാൽവ്സ്, then we will discuss about fire hydrants, then ultimately the final one is the water meters. So let us see what are the different types of valves we use presently in our water distribution system. So we have sluice valve, pressure relief valves, check valves, air valves, drain valves and altitude valves. Okay, അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെയിൻ purpose എന്ന് പറഞ്ഞാൽ to control flow of water. They will control flow of water, then regulate pressure, to release and admit air. Then these non-return valves are, they will not allow flow in opposite direction. Only ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം അലോ ചെയ്യുന്ന വാൽവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സ്ലൂയിസ് വാൽവ്. അപ്പോൾ സ്ലൂയിസ് വാൽവ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വാൽവ് ആണ്. അതായത് ഇതിൻ്റെ മെക്കാനിസം നമ്മൾ ഈ ഹാൻഡിൽ ടു ആൻഡ് ഫ്രോ റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ വാൽവ് ഗേറ്റ് എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, പൈപ്പിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ it will stop the flow of water. If it is along the direction of the പൈപ്പിന്റെ സെയിം ഡയറക്ഷനിലാണ് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ അലോ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ലൂയിസ് വാൽവിനെ നമ്മൾ ഗേറ്റ് വാൽവ് അല്ലെങ്കിൽ സ്റ്റോപ്പ് വാൽവ് എന്നും കൂടി പറയുന്നത്. അപ്പം ബേസിക്കലി ഇറ്റ് വിൽ ഹാവ് എ വാൽവ് ഹാൻഡിൽ, ദെൻ പാക്കിംഗ് നട്ട്, വാൽവ് സിസ്റ്റം, വാൽവ് ഗേറ്റ് ആൻഡ് ദി വാൽവ് ബോഡി. അപ്പോൾ ഇത് ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് വാൽവ്സ് ആണ്. സോ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്. അറൌണ്ട് 150 to 300 മീറ്റർ ഇൻ്റർവെൽസിൽ നമ്മൾ പൈപ്പിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ, ഡിഫറെൻറ്റ് ഡൈവേർഷൻ പ്ലേസസിലൊക്കെ എന്ത് ചെയ്യും, നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ, ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ വാൽവ് ഓപ്പൺ ആവുള്ളൂ. അതേപോലെ ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ദിസ് വാൽവ് കൺസിസ്റ്റ് ഓഫ് എ വെറ്റ് ഷേപ്പ് സർക്കുലർ ഡിസ്ക്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. എവിടെയൊക്കെയാണോ വേണ്ടത് പ്രോപ്പർലി നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു 150 to 300 ഇൻ്റർവെൽസിൽ നമ്മളിത് പ്ലേസ് ചെയ്യും. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു റിപ്പയർ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ആക്ട്സ്. ഇത് തിരിക്കുന്നതിനനുസരിച്ച് ഇത് മുകളിലോട്ടും താഴേക്കും പോകും. ഓക്കെ,
അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രിഡ് മെത്തേഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രിഡ് മെത്തേഡിൽ 2 ഡയറക്ഷനിൽ വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് വാൽവ് സ്ലൂയിസ് വാൽവ് വെക്കും, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, സ്ലൂയിസ് വാൽവ് വെക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നേ ഓപ്പൺ ആക്കും, മറ്റേത് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മെയിൻ മെക്കാനിസം ആണ് ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടു ആൻഡ് ഫ്രോ എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്ക് സർക്കുലർ ഡിസ്ക് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് വാട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് പ്രഷർ റിലീഫ് വാൾവ് ഓർ സേഫ്റ്റി വാൾവ്. അപ്പോൾ ഇവിടെ പ്രഷർ റിലീഫ് വാൾവ് എന്ന് പറഞ്ഞാൽ they are also known as automatic cut off valve. They are also known as automatic cut off valve. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന പോയിന്റ്സ് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണോ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ മാക്സിമം പ്രഷർ വരാൻ ചാൻസ് ഉള്ളത് അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രഷർ റിലീഫ് വാൾവ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് പ്രഷർ മാക്സിമം ആവാൻ ചാൻസ് ഉള്ള ലൊക്കേഷനിലാണ് ഇത് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡിസ്കും ഉണ്ട്, ഒരു അറ്റാച്ച്ഡ് സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് പ്രഷർ കുറച്ചിട്ട് വേണ്ടത് ബാക്ക് ടു പൊസിഷനിലേക്ക് ആവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ പ്രഷർ കൂടുന്നത്, പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ് റേസ് ചെയ്ത് വരും. ആ സ്പ്രിങ് റേസ് ചെയ്ത് വരുമ്പോൾ ക്രോസ് പൈപ്പിലേക്കൂടെ സഫീഷ്യൻറ്റ് പ്രഷർ റിലീസ് ആവും. ആ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും, ആ സ്പ്രിങ് ബാക്ക് ടു പൊസിഷൻ ആവും. അപ്പോൾ വീണ്ടും പ്രഷർ കൂടുമ്പോൾ ഇത് മുന്നോട്ട് കയറി പോകും, അപ്പോൾ പ്രഷർ റിലീസ് ആവും, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, അത് ബാക്ക് ടു പൊസിഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ റിലീഫ് വാൽവ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ബ്രേക്കിംഗ് ഓഫ് പൈപ്സ് അതെന്തായാലും നടക്കില്ല. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് സിസ്റ്റം നമ്മുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എക്സസീവ് പ്രഷർ വരുമ്പോൾ പൈപ്പ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അത് ഈ റിലീസ് വാൽവുകളിൽ റിലീസ് ആക്കിയിട്ട് പോയിക്കോളും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് വാൽവ് ഓർ റിഫ്ലെക്സ് വാൽവ്. These are known as non-return valves. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് വാൾവ് ഓർ റിഫ്ലെക്സ് വാൾവ് വെള്ളത്തിനെ പാസ് ചെയ്ത് വിടുള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, ലൈക്ക് ഇൻ പമ്പ്സ് ഒക്കെ നോൺ റിട്ടേൺ വാൾവ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ചെക്ക് വാൾവിന്റെ ഫംഗ്ഷൻ. അത് എന്ത് ചെയ്യലോ, ഒരു സൈഡിലേക്ക് മാത്രമേ വെള്ളം പാസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഒരു പമ്പ് നമ്മൾ വർക്കിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പമ്പ് ഓൺ ചെയ്തിട്ട് അത് പെട്ടെന്ന് ഓഫ് ആയി പോയി കഴിഞ്ഞാലും ഫ്ലോ നടന്ന ഏത് ഡയറക്ഷനിലേക്കാണോ ആ വെള്ളത്തിന് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, അത് 2 ഡയറക്ഷനിലേക്ക് തന്നെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പ് റിപ്പയർ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം തിരിച്ച് കയറത്തില്ല. അപ്പോൾ അൺനെസസറി ഡാമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ എ നോൺ റിട്ടേൺ പൈപ്പ്. അപ്പോൾ ഇത് നോക്കിക്കോ, നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ വരുമ്പോഴേക്കും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കും, പക്ഷേ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പോകുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് വരും. ഓക്കെ, സോ ഇതിന് തിരിച്ചൊരിക്കലും വാട്ടറിന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂല. Next one is air valves. So air valves are basically of 2 types, air inlet valves and air relief valve. So the first one is air inlet valves. അപ്പം എയർ ഇൻലെറ്റ് വാൽവ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി allow air into the pipeline. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടെയും ചെക്ക് വാൽവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അങ്ങ് ഈ സ്ലൂയിസ് വാൽവിനെ അങ്ങ് ക്ലോസ് ചെയ്യാന്ന് വെച്ചോ, കണ്ടിന്യൂസ്ലി ഫ്ലോ ഓഫ് വാട്ടർ ഒക്കർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചോ. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പോകും, കാരണം നോ വാട്ടർ. സോ ഒരു സക്ഷൻ പ്രഷർ ഡെവലപ്പ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എയർ ഇൻലെറ്റ് വാൽവ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദറ്റ് വിൽ allow air to enter into the pipeline, thus avoid the negative pressure. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബേസിക് പേർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടേക്കാണോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ നമ്മൾ സ്ലൂയിസ് വാൽവ് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത്തരം പ്ലേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എയർ ഇൻലെറ്റ് വാൽവ് സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് എൻ എയർ റിലീഫ് വാൽവ്. അപ്പോൾ ഇത് നേരെ എയർ ഇൻലെറ്റ് വാൽവിന് നേരെ റിവേഴ്സ് ആണ്. അതായത് എക്സസ് ആയിട്ട് എയർ നമ്മുടെ പൈപ്പിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എയർ റിലീഫ് വാൽവ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be 1 or 2 fluids placed in the valve chamber connected to the pipeline. അപ്പം എപ്പോഴൊക്കെയാണോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് എക്സസ് എയർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫ്ലോട്ട് റേസ് ചെയ്യാതിരിക്കും. അപ്പോൾ ഫ്ലോട്ട് റേസ് ചെയ്തിരിക്കുമ്പോൾ ഈ എയറിന് മുകളിലോട്ട് പോകേണ്ടി വരും. ആൻഡ് വെനെവർ നമ്മൾ സാധാരണ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈപ്പ് പെട്ടെന്ന് ക്ലോസ് ചെയ്തു, ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ വന്നു, അപ്പോൾ എയർ ഇൻലെറ്റ് വാൽവ് എന്ത് ചെയ്യും, സഫീഷ്യന്റ് എയർ അകത്തോട്ട് പാസ് ചെയ്യും. ബൈ ചാൻസ് ഈ എയർ അധികമായി നമ്മൾ ഇവിടേക്ക് വാട്ടർ വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാട്ടറിന് പുറത്തേക്ക് മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു എയർ
ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ മൂവ്മെന്റ് പ്രോപ്പറായി നടക്കില്ല. അപ്പൊ അന്നേരം സംഭവിച്ചത് ദിസ് വിൽ ഫോഴ്സ് ദിസ് എയർ ടു മൂവ് ഫോർവേഡ്. ആ മൂവ് ഫോർവേഡ് ചെയ്യുമ്പോൾ എവിടെയാണോ എയർ റിലീഫ് വാൾവ് ഉള്ളത് അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഫ്ലോട്ടിന്റെ ഇടയിലേക്കൂടെ ഇത് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്തു പോകും. പക്ഷേ വെള്ളം വരുന്നതിനനുസരിച്ച് ഈ ഫ്ലോട്ട് എന്ത് ചെയ്യും, വെള്ളത്തിനനുസരിച്ച് റേസ് ചെയ്യും. അപ്പോൾ റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നാരോ പോയിന്റിലേക്ക് വന്നങ്ങ് സ്റ്റക്ക് ആവും. അപ്പോൾ അതുവരെയുള്ള എയർ, അവിടെ കുടുങ്ങി കിടക്കുന്ന എയർ ഒക്കെ എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും. ആ ഫ്ലോട്ടിന്റെ അകത്തേക്കൂടെ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകും. ആ രീതിയിലായിരിക്കും ഒരു എയർ റിലീഫ് വാൾവ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, if there is air inside the pipe, this will escape through the points like this. After closing, what will happens, whenever the liquid moves, this float will close over here, so no movement of liquid will happen. ആ ലിക്വിഡ് എന്ത് ചെയ്യും, പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എയർ റിലീസ് വാൾവ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് scar valve or drain relief valve. So these are also known as washout valves. ഇത് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വാൽവ്സ് നമ്മൾ ഡെഡ് എൻഡ് സിസ്റ്റം, അതായത് ട്രീ സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ്. അതായത് ദിസ് വിൽ ബി പ്രൊവൈഡഡ് അറ്റ് ഓൾ ഡെഡ് എൻഡ്സ്. അപ്പം ഡെഡ് എൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ സിസ്റ്റത്തിലും ഡെഡ് എൻഡ്സ് വരുവാണെങ്കിൽ ആ ഡെഡ് എൻഡ്സിൽ എപ്പോഴും എന്ത് ചെയ്യും, സിൽറ്റ് ഡെപ്പോസിഷൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞു. ആ സിൽറ്റ് ഡെപ്പോസിഷൻസ് ഒക്കെ കളയണമെങ്കിൽ അപ്പോൾ ഈ എക്സിറ്റ് പോയിന്റിൽ വേറൊരു വാൽവ് കൊടുത്തു വെക്കണം. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സിൽറ്റ് ഡെപ്പോസിഷൻ അടക്കമുള്ള വാട്ടർ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് സിൽറ്റ് നടത്താൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെയാണോ ഇങ്ങനെ അക്യുമുലേഷൻ ഓഫ് സിൽറ്റ് വരുന്നത്, ഡെഡ് എൻഡിൽ മാത്രം ആവണമെന്നില്ല, എവിടെയൊക്കെയാണോ നമ്മൾ നോർമലി ഒരു ഡിപ്രഷൻ പോലെ വരുന്ന, പൈപ്പ് ലൈനിൽ ഒരു ഡിപ്രഷൻ പോലെ വരുന്ന, ഒരു അക്യുമുലേഷൻ ചാൻസ് ഉള്ള അങ്ങനെയുള്ള പോർഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാഷ് ഔട്ട് വാൾവ് അല്ലെങ്കിൽ ഡ്രെയിൻ വാൾവ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡ്രെയിൻ വാൾവിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, അതെന്ത് ചെയ്യും, അത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടർ പുറത്തേക്ക് പോകും. Okay, next is altitude valve. Altitude valve എന്ന് പറയുമ്പോൾ these are used whenever we have to supply water to elevated tanks or stand pipes. അപ്പോൾ നമുക്ക് അത്രയും ഹൈറ്റിൽ ടാങ്ക് ഉണ്ട്, ടാങ്ക് നല്ലൊരു ഹൈറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ടാങ്ക് ഫുൾ ആവുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേജിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് വാൾവ്. അപ്പോൾ ടാങ്ക് ഫുൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് പമ്പിന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഇനി ലോവർ ലെവലിലേക്കാണ് വരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഓൺ ചെയ്യാനുള്ള കമാൻഡും ഈ ആൾട്ടിറ്റ്യൂഡ് വാൾവിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെക്കാനിസം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൾട്ടിറ്റ്യൂഡ് വാൾവ്, കൺട്രോൾ വാൾവ്, അതിൻ്റെ ടാങ്കിൻ്റെ വാട്ടർ ലെവൽ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യും, വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് വാട്ടർ ആ ടാങ്കിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് used as pipe appurtenance. Next we will see what are the different types of fire hydrants. അപ്പോൾ ഫയർ ഹൈഡ്രൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് സിറ്റിയിൽ ഗുഡ് നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ, നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒബ്വിയസ്ലി ഇൻ ദാറ്റ് സിസ്റ്റം വി വിൽ ഹാവ് എ നമ്പർ ഓഫ് ഫയർ ഹൈഡ്രൻസ്. അതായത് എവിടെയെങ്കിലും ആ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഫയർ ഔട്ട് ബ്രേക്ക് വന്നാൽ പ്രോപ്പർലി വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയർ ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷനിലും ഒരു 100 to 150 മീറ്ററിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫയർ ഹൈഡ്രൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് സിസ്റ്റം ഉണ്ട് ബേസ്ഡ് ഓൺ ദ ടൈപ്പ്. നമ്മൾ ഇതിനെ ഫ്ലഷ് ഹൈഡ്രന്റ് ആൻഡ് ബോസ് ഹൈഡ്രന്റ് എന്ന് പറയും. പിന്നെ വാട്ടറിന്റെ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദി ഹൈഡ്രന്റ്, ഡ്രൈ ബാരൽ ആൻഡ് വെറ്റ് ബാരൽ സിസ്റ്റം എന്നും പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലഷ് ഹൈഡ്രന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്ലഷ് ഹൈഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി കവേർഡ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പൈപ്പ് അടിയിൽ കൂടെ പോകുമ്പോൾ ആ പൈപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇത് ഈ ഫയർ ഹൈഡ്രന്റ് സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഒരു കാസ്റ്റ് അയൺ കവറിങ് കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് വിത്ത് മാർക്കിംഗ് FH അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മാർക്കിങ്സ് കൊടുത്തിട്ട് യെല്ലോ സൈൻ ബോർഡിൽ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് അണ്ടർഗ്രൗണ്ടിൽ ഈ ഫ്ലഷ് ചേംബർ അല്ലെങ്കിൽ ഫയർ ഹൈഡ്രന്റ് ചേംബർ ഉണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സപ്പോസ് ഒരു ഫയർ ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ എഞ്ചിൻസിനെ അതിന്റെ പൈപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഹൈഡ്രന്റ്. പോസ്റ്റ് ഹൈഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഹൈഡ്രന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫ്ലഷ് ഹൈഡ്രന്റ് ഭൂമിക്ക് അടിയിലേക്കാണ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് തന്നെയാണ് സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, പൈപ്പ് കണക്ട് ചെയ്തെടുത്തിട്ട് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും വാട്ടർ. അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റ് ഹൈഡ്രന്റ് ആൻഡ് ഫ്ലഷ് ഹൈഡ്രന്റ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടായി കഴിഞ്ഞാലും നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം തന്നെയാണ്. അപ്പം പോസ്റ്റ് ഹൈഡ്രന്റ് എന്ന് പറയുമ്പോൾ ഒരു 60 to 90 സെന്റിമീറ്റർ അബവ് ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫയർ ഹൈഡ്രന്റ് എന്തെങ്കിലും ആക്സിഡന്റ് കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ പൈപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടായാലും നല്ലതൊക്കെ തന്നെയാണ്. ഒന്ന് ഭൂമിക്ക് അടിയിലേക്കും മറ്റൊന്നും ഭൂമിക്ക് മുകളിലേക്കും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടും സൈമൾട്ടേനിയസ്ലി നല്ല സിസ്റ്റം പോലെ യൂസ് ചെയ്യുന്നതാണ്. ഇനി
presence of wet barrel water inside the hydrogen, we classify it as dry barrel and wet barrel. അപ്പം ഡ്രൈ ബാരൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അതിൻ്റെ അകത്തേക്ക് വാട്ടർ വരുന്നത്. അല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്രൈ എന്ന് പറയുമ്പോൾ അത് അണ്ടർഗ്രൗണ്ട് അതിൻ്റെ പൈപ്പിലായിരിക്കും, ആ മെയിൻ പൈപ്പിൽ മാത്രമായിരിക്കും വാട്ടർ കൊടുത്തിട്ടുണ്ടാവുക. ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിലേക്ക് വാട്ടർ വരില്ല. എപ്പോഴൊക്കെയാണ് നമ്മൾ പൈപ്പ് എക്സ്ട്രാ മെയിൻ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വരുള്ളൂ. ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് കൺട്രീസിൽ, അതായത് ഈ സർഫസിലേക്ക് വാട്ടർ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫ്രീസ് ആവും. ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്താലും വെള്ളം കിട്ടണമെന്നില്ല. അത്തരം ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഡീപ്പ് മെയിൻ പൈപ്പ് ലൈനിൽ വാട്ടർ കീപ്പ് ചെയ്തിട്ട് ഈ മെയിൻ സർഫസിലേക്കോട്ട് വരുന്ന പൈപ്പിലേക്ക് വാട്ടർ കീപ്പ് ചെയ്യാതെ ഡ്രൈ ചെയ്ത് വെക്കും. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ കിട്ടും. അതല്ലാതെ കോൾഡ് റീജിയൻസിൽ അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെറ്റ് ബാരൽ പ്രിഫർ ചെയ്യാം. ലൈക്ക് പോസ്റ്റ് ഹൈഡ്രൻസിന് അതേ രീതിയിൽ തന്നെ അത് എബവ് ഗ്രൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈഡ്രൻസ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഹൈഡ്രൻസിനും ഒറ്റ പേർപ്പസേ ഉള്ളൂ, സഫിഷ്യൻറ്റ് വാട്ടർ വിൽ ബി ഗിവൺ ടു ദി ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഓക്കെ, ഇനി അടുത്തത്, അപ്പം നമുക്ക് വാൽവ്സ് ആയി, ഹൈഡ്രൻസ് ആയി. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ടർ മീറ്റേഴ്സ് ആണ്. എന്താണ് വാട്ടർ മീറ്റേഴ്സ്? വാട്ടർ മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺസ്യൂമറിനേക്ക് കൊടുക്കുന്ന വാട്ടർ എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനുള്ള ഡിവൈസിനെയാണ് നമ്മൾ വാട്ടർ മീറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇത് വലിയ വലിയ സിറ്റീസിൽ പ്രൈവറ്റ് ഹൗസസിലേക്ക് നമ്മൾ കംപ്ലീറ്റ് വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് യൂണിറ്റ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെഷേർഡ് ചാർജ് വാട്ടേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ഓഫ് വാട്ടർ വിൽ നോട്ട് ഹാപ്പൺ. അപ്പം ആവശ്യത്തിന് മാത്രം ജലം ചെലവഴിച്ച് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വാട്ടർ മീറ്റേഴ്സ് സ്ഥാപിക്കുന്നത്. അപ്പം രണ്ട് തരത്തിൽ വാട്ടർ മീറ്റേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് ആൻഡ് വെലോസിറ്റി ഓർ ഇൻഫറൻഷ്യൽ ടൈപ്പ്. ഓക്കെ, വെലോസിറ്റി ഓർ ഇൻഫറൻഷ്യൽ ടൈപ്പ് water meters. അപ്പോൾ ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റേഴ്സ് നോക്കാം. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റേഴ്സ് ആണ് റോട്ടറി മീറ്റേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് മീറ്റേഴ്സ്, ഓസിലേറ്റിംഗ് മീറ്റേഴ്സ് ആൻഡ് നട്ടേറ്റിംഗ് ഡിസ് മീറ്റേഴ്സ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇറ്റ് വിൽ കൗണ്ട് ദി നമ്പർ ഓഫ് വാട്ടർ മൂവിങ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെൻ ദി റേറ്റ് ഓഫ് ഫ്ലോ ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു റോട്ടറി ഗിയർ സിസ്റ്റം അല്ലെങ്കിൽ നട്ടേറ്റിംഗ് ഡിസ്ക് സിസ്റ്റം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഓരോ റൊട്ടേഷനിൽ എത്രമാത്രം വോളിയം ഓഫ് വാട്ടർ ആണ് മൂവ് ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാം, പ്രീ ഡിസൈഡഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്പർ ഓഫ് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ വാട്ടർ യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പല തരത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മീറ്റർ ചെയ്ത് വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ റൊട്ടേഷനിൽ എത്രമാത്രം വാട്ടർ ആണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി ഹിയർ ഓൾസോ ഇത് റോട്ടറി മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഈ റോട്ടറി മീറ്ററിന്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് വെലോസിറ്റി, ഇത് വെലോസിറ്റി ടൈപ്പ് ആണ് കേട്ടോ, വെലോസിറ്റി ടൈപ്പ് മീറ്റേഴ്സ് ആണ്. അപ്പോൾ വെലോസിറ്റി ടൈപ്പ് മീറ്റേഴ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് വാട്ട് ഈസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻസൈഡ് ദിസ് ചേംബർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി വെഞ്ചുറി മീറ്റർ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെഞ്ചുറി മീറ്ററിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി ഓർ ഡിസ്ചാർജ് ഓഫ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ടു കാറ്റഗറീസ്. അതായത് വാട്ടർ മീറ്റേഴ്സിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പും ഉണ്ട്, വെലോസിറ്റി ടൈപ്പും ഉണ്ട്. ഓക്കെ, രണ്ടും യൂഷ്വലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി നമ്മൾ സാധാരണ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നമ്മൾ മെയിൻ സിസ്റ്റത്തിൽ വരുന്നത്, വാൾസ് ആയാലും ഹൈഡ്രൻസ് ആയാലും ഇനി വാട്ടർ മീറ്റേഴ്സ് ആയാലും അത് ആ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇനി വൺസ് ഇത് കൺസ്യൂമറിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദേ വി യൂസ് ടു ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ലൈക്ക് സ്റ്റോപ്പ് കോക്ക് ആൻഡ് വാട്ടർ ടാപ്പ്. സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞാൽ വൺ വിച്ച് കൺട്രോൾ ദി ഫ്ലോ ഓഫ് വാട്ടർ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ടാങ്കിലേക്ക് വെള്ളം കയറ്റി വിടുന്നതും ടാങ്കിൽ നിന്ന് വീട്ടിലെ ബാക്കിയുള്ള പൈപ്പിലേക്കും വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനെയാണ് ജനറലി എന്ത് പറയുന്നത്, സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് കോക്കിന്റെ മെക്കാനിസം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ഓപ്പൺ ആൻഡ് അലോ വാട്ടർ ടു മൂവ് ടുവേർഡ്സ് വൺ സൈഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇത് ഒരു പെർട്ടിക്കുലർ സ്ട്രീറ്റിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എൻ്റെ ബിൽഡിങ്ങിലേക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് വാട്ടർ വേണ്ട അങ്ങനെയുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കൺസ്യൂമറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ടാവും. നേരെ മറിച്ച് ഒരു കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എന്താ ഉണ്ടാവുക, വാട്ടർ ടാപ്പ് ഉണ്ടാവുക. സെയിം ലൈക്ക് സ്റ്റോപ്പ് കോക്ക് ആണ്. സ്റ്റോപ്പ് കോക്ക് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ, എത്ര ഫ്ലോ ആണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം. ഇവിടെ ഇത് എൻ പൈപ്പിലോട്ട് വരുന്നതാണ്. നമുക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, ഈ ബിഗ് കോക്ക് തുറന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ദ സെയിം പ്രിൻസിപ്പിൾ. ഇതിൽ നെയിം ഡിഫേഴ്സ്. സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞത് അത് കൺസ്യൂമറിലേക്ക് വരുന്ന പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ റെഗുലേറ്റ് ദ ഫ്ലോ.
ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ it will stop or open the flow. Water tap it will stop or open the flow. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So here you can see this is the water tap and this is the stopcock. Okay. അപ്പോൾ മൊത്തത്തിലുള്ള എല്ലാ പൈപ്പ് അപ്പേർട്ടനൻസും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാൽവ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then water meters എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. What is the difference between water tap and stopcock എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ആവശ്യമുള്ള കുറച്ച് ഡീറ്റെയിൽസ് പൈപ്പ് അപ്പേർട്ടനൻസ് പറയുമ്പോൾ എല്ലാം പഠിക്കണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു 5-6 എണ്ണം എന്തായാലും നിർബന്ധം അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.